നമ്മുടെ കഥ കഴിഞ്ഞു. ഈ പ്രേതം നമ്മുടെ രക്തം കുടിക്കും. ഫാദർ എന്തെങ്കിലും ചെയ്യൂ. ഫാദർ എവിടെ നിന്നോ സംഭരിച്ച ധൈര്യവുമായി മുന്നോട്ട് നീങ്ങി. ചെകുത്താനെ, നീ ഒഴിഞ്ഞു പോകൂ. അവർ മുന്നോട്ട് നീങ്ങിയതും ആ രൂപം ഞെട്ടി പിന്നിലേക്ക് മാറി. പോകാൻ, അല്ലെങ്കിൽ ഞാൻ. പോകൂ, അതേറ്റു. പെട്ടെന്ന് ആ രൂപം തിരിഞ്ഞ് ഇരുട്ടിലേക്ക് പാഞ്ഞു. ഹോ, അത് ഫലിച്ചു. ഫാദർ, താങ്കൾക്ക് ഇത്ര ധൈര്യമോ? അത് എനിക്കും വിശ്വസിക്കാനാവുന്നില്ല. അയ്യോ, എടോ മാർലോ, എന്ത് നാശമാണത്! ചെന്നായ തന്നെ. ഫാദർ, സൂക്ഷിച്ച്, അവൻ അടുത്തുണ്ട്. ആക്രമിക്കാൻ തയ്യാറെടുത്ത ചെന്നായ്ക്കളുടെ ശബ്ദമാണ്. ദൈവമേ! വേഗം ഈ കുരിശ് വെച്ച് നമുക്ക് മടങ്ങാം. അതെ ഫാദർ, വേഗമാകട്ടെ. ഫാദർ കുരിശ് കല്ലറയ്ക്ക് മുകളിൽ വെച്ചു. ഇനി വരൂ. അതെ അതെ, ഓടൂ, തിരിഞ്ഞു നോക്കരുത്. വേഗം വേഗം, ചെന്നായ്ക്കൾ വരും മുമ്പ് രക്ഷപ്പെടാം. പെട്ടെന്ന് മാർലോ തൻ്റെ മെയ്വഴക്കം മുഴുവൻ ഉപയോഗിച്ച് അവനെ നേരിട്ടു. കൊള്ളാം, ഓടൂ, ഇനിയും വന്നേക്കും. നമ്മളിതാ വീടെത്തി. അവർ വീടിനകത്ത് കയറി. ഹോ, അങ്ങനെ നമ്മളത് സാധിച്ചു. ഇനി നമുക്ക് ഫാദറിനെ കാണാം. ശരി, ഫാദർ ഉറങ്ങിയോ? ഏയ്, വെളിച്ചമുണ്ട്. ഫാദർ, ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തു. കൊള്ളാം, വല്ല അപകടവും? ഉവ്വ് ഫാദർ, ഒരു ഭീകരരൂപം ഞങ്ങളെ തടയാൻ ശ്രമിച്ചു. അങ്ങനെയോ? അവനെ കണ്ടാൽ എങ്ങനെയുണ്ടാവും? അത്, അവൻ്റെ മുഖം ഇരുണ്ടിരുന്നു, ഒരു കറുത്ത അങ്കി ധരിച്ചിരുന്നു. അയ്യോ, അതാ അവൻ. ഫാദർ മാറൂ, ഈ രൂപമാണ് കല്ലറയുടെ പിന്നിൽ നിന്ന് ഉയർന്നു വന്നത്. അടങ്ങൂ. മാർലോ ഒറ്റക്കുതിപ്പിന് ഭിത്തിയിൽ തൂക്കിയിരുന്ന പഴയ വാൾ വലിച്ചൂരി. നിന്നെ ഞാൻ. മാർലോ, നിർത്തൂ, അത് ഭീകരനല്ല. ബോസ്, ആ ശിരോവസ്ത്രം മാറ്റൂ. പെട്ടെന്ന് ഭീകരരൂപം തൻ്റെ മുഖാവരണം അഴിച്ചുമാറ്റി. നിങ്ങൾ? അതെ, ഇതെൻ്റെ പരിചാരകൻ ബോസ് തന്നെ. പക്ഷേ എന്തിന്? എന്തിനാണ് ഇയാൾ വേഷം കെട്ടി ഞങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിച്ചത്? പറയൂ ഫാദർ. പറയാം മാർലോ, ഇത് സത്യത്തിൽ ഒരു പരീക്ഷണമായിരുന്നു. ഫാദർ മോറിസിനുള്ള പരീക്ഷണം. അതെന്തിനാ? ഡ്രാക്കുളയോട് ഏറ്റുമുട്ടാൻ പോകുന്നയാൾ കുറച്ചെങ്കിലും ധൈര്യശാലിയാവണം. മോറിസ് എൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ചു. അദ്ദേഹത്തിന് ഈ ദൗത്യത്തിനുള്ള കഴിവുണ്ട്. ഹോ, അതൊരു വല്ലാത്ത പരീക്ഷണമായിപ്പോയി. എടോ ബോസ്, താൻ ഞങ്ങളെ ഭയപ്പെടുത്തി കളഞ്ഞു. എന്നെ തോക്കിൻ്റെ ബുള്ളറ്റ് തീർന്നത് തൻ്റെ ഭാഗ്യം. അല്ലെങ്കിൽ... ക്ഷമിക്കണം സാർ, ബുള്ളറ്റ് തീർന്നതല്ല, അത് ഞാനെടുത്ത് മാറ്റിയതാണ്. ഇതാ. ഹമ്പടം ഇടുക്കാ, താനാള് കൊള്ളാലോ. ഒരു ബുള്ളറ്റ് മാത്രം ചെന്നായ്ക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ അതിൽ വെച്ചിരുന്നു അല്ലേ? അതെ, കൂടുതൽ ചെന്നായ്ക്കൾ വന്ന് അപകടമുണ്ടാക്കാതെ ഞാൻ നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. കൊള്ളാം, എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തു. മാർലോ, കൂടുതൽ കഥ പറയാൻ നേരമില്ല. നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലിയുണ്ട്. പറയൂ ഫാദർ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവനെ എങ്ങനെ നശിപ്പിക്കാം? മോറിസ്, നല്ല ചോദ്യം. അവനെ എങ്ങനെ നശിപ്പിക്കാമെന്ന് എനിക്കും അറിയില്ല. എന്ത്? അത് ഫാദറിന് അറിയില്ലെന്നോ? അതെ, എനിക്കറിയില്ല. അക്കാര്യം അറിയുന്ന ഒരാളുണ്ട്, കേണൽ ഗർക്കിൻസ്. കേണൽ ഗർക്കിൻസ്? ആ പേര് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അതെ, നിങ്ങളിപ്പോൾ പോയ കല്ലറ അദ്ദേഹത്തിൻ്റേതാണ്. ഫാദർ, ആ മനുഷ്യൻ മരിച്ചെങ്കിൽ പിന്നെ നമ്മൾ ആ രഹസ്യം എങ്ങനെ കണ്ടെത്തും? പേടിക്കണ്ട, അദ്ദേഹത്തിൻ്റെ ഡയറി എൻ്റെ കയ്യിലുണ്ട്. അതിലെല്ലാം വിശദമായി പറയുന്നുണ്ട്. പണ്ട് കാർപ്പാത്തിയനിലുണ്ടായ ചില സൈനിക നീക്കങ്ങൾ പങ്കെടുത്തയാളായിരുന്നു കേണൽ. അവിടെ വെച്ചാണ് അദ്ദേഹവും പടയാളികളും ഡ്രാക്കുളയുടെ മാരക ശക്തി അറിഞ്ഞത്. അവിടെ ജീവിച്ചിരുന്ന ചില പഴമക്കാർ ഡ്രാക്കുളയെ ഇല്ലാതാക്കാനുള്ള വഴികളെക്കുറിച്ച് കേണലിനോട് പറഞ്ഞു. ഒരിക്കൽ ഡ്രാക്കുള ലോകം കീഴടക്കാനിറങ്ങുമെന്നും തൻ്റെ രാജ്യത്തെത്തുമെന്നും കേണൽ ഭയന്നു. ഡ്രാക്കുളയെ വധിക്കാനുള്ള വിവരങ്ങൾ ഒരു ഡയറിയിൽ കുറിച്ചുവെച്ച് അദ്ദേഹം അത് സൂക്ഷിച്ചു. അതെൻ്റെ കയ്യിലെത്തി. ഈ വീട്ടിൽ താമസിക്കുന്ന ഞാൻ കേണലിൻ്റെ ഭയം സത്യമാണെന്നിപ്പോൾ തിരിച്ചറിയുന്നു. ഹോ, ഒരു ഭീകര കഥ പോലെ തോന്നുന്നു. ഇതാണ് ആ ഡയറി, അമൂല്യമായ നിധി. ഹോ, ആശ്വാസമായി. ഇതിലെന്താണ് ഫാദർ പറയുന്നത്? അവൻ്റെ ശക്തികളെക്കുറിച്ചും ദൗർബല്യങ്ങളെക്കുറിച്ചും. പകൽ സമയങ്ങളിൽ അവൻ ദുർബലനായിരിക്കും,
രാത്രിയിലാവണം അവൻ്റെ ശക്തി. പകൽ അവൻ സ്വന്തം പെട്ടിയിൽ മയങ്ങിക്കിടക്കും. പണ്ടൊരിക്കൽ അവനെ തളച്ചത് നെഞ്ചിൽ മരക്കുറ്റിയടിച്ചാണ്. പക്ഷേ ഇനി അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഫാദർ? അവനെ വധിക്കാൻ കഴിയുന്ന ഒരു കാര്യം വെള്ളിയാണ്. വെള്ളി കൊണ്ടുള്ള വെടിയുണ്ടകൾ വേണം. അത് അവനെ നിശ്ചലനാക്കും. ഉണ്ടാക്കാം ഫാദർ. എൻ്റെ തോക്കിന് പറ്റിയ വെള്ളി വെടിയുണ്ടകൾക്കായി ഇന്ന് തന്നെ സിറ്റിയിലേക്ക് ഞാൻ ടെലഗ്രാം ചെയ്യാം. കൊള്ളാം. ഇന്നിനി വിശ്രമിച്ചോളൂ. സാഹസം അധികമായി. ശരി ഫാദർ. ഹോ ദൈവമേ, വല്ലാത്തൊരു ദിവസമായിരുന്നു ഇന്ന്. അങ്ങനെയല്ല, നിർണായക ദിവസമെന്ന് പറയൂ. ആ കടവാവൽ, ആ വവ്വാൽ നമ്മളെ തന്നെ നോക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എനിക്കും. ഡ്രാക്കുളയ്ക്ക് ഏതു രൂപവും സ്വീകരിക്കാൻ കഴിയുമെന്നല്ലേ പറഞ്ഞത്? അതെ, ചിലപ്പോൾ ആ വവ്വാൽ. എന്താണ് ആ ശബ്ദം? നോക്ക്, ആ തല താഴെ വീണു. ഇതെങ്ങനെ? കാറ്റത്ത് വീണതാവും. അതിന് കാറ്റടിച്ചില്ലല്ലോ. ആ വവ്വാൽ അതെവിടെ പോയി? അത് പറന്നു പോയി കാണും. എന്തായാലും ഈ ജനൽ അടച്ചേക്ക്, നല്ല തണുപ്പുണ്ട്. നാളെ രാവിലെ തന്നെ ടെലഗ്രാം ചെയ്ത് വെള്ളി വെടിയുണ്ടയുടെ കാര്യം പറയണം. അതെ, ദാഹിക്കുന്നു. വെള്ളം തീർന്നല്ലോ. അടുക്കളയിൽ കാണും. ആ വേലക്കാരനെ വിളിക്കുന്നത് ശരിയല്ല. ഞാൻ തന്നെ ചെല്ലാം. ശരി. ഇതൊരു വലിയ ബംഗ്ലാവ് തന്നെ. ഉച്ചത്തിൽ നിലവിളിച്ചാൽ പോലും പുറത്തറിയില്ല. മെഴുകുതിരി കത്തിച്ചേക്കാം. ഹോ, ആ വവ്വാൽ. ആ വവ്വാലിൻ്റെ രൂപം മാറുന്നു. ആ, എന്താണ് അവിടെ വല്ലാത്തൊരു ശബ്ദം? ദൈവമേ, ഇവൻ എങ്ങനെ ഇവിടെ? ഫാദർ, മാറൂ. അപ്പോഴേക്കും ഹ ഹ ഹ ഹ. ആലോചിക്കാൻ നേരമില്ല. ആ വെള്ളി ഫോർക്കുകൾ. ഇതിൻ്റെ മുനകൾ ഒടിച്ച് തോക്കിൽ നിറയ്ക്കാം. ദൈവമേ, മറ്റു വഴികളില്ല. വെള്ളി അവനെ തകർക്കുമെന്നല്ലേ പറഞ്ഞത്? ഠേ, തറച്ചു കയറിയ വെള്ളിമുനകൾ ഡ്രാക്കുളയെ ചാരമാക്കി. തൽക്കാലം അവൻ്റെ കഥ കഴിഞ്ഞു. ശക്തി സംഭരിക്കാൻ അവന് കാലമേറെ വേണ്ടിവരും. സന്തോഷത്തോടെ മടങ്ങിപ്പോകൂ. താങ്ക് യു ഫാദർ.